പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. 39 സങ്കീർത്തനം അതിന്റെ 2-ാമത്തെ വാക്യം. ഞാൻ ഉരിയാടാതെ ഊമനായിരുന്നു, നന്മയെ ഗണ്യമാക്കാതെ മൗനമായിരുന്നു, എന്റെ സങ്കടം പൊങ്ങി വന്നു. 2 കാര്യങ്ങളാണ്. 1, ഞാൻ ഊമനായിരുന്നു. 2, ഞാൻ മൗനമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവേ, നിങ്ങൾ ചില സ്ഥലത്ത് ഊമനായിരിക്കുന്നതും മൗനമായിരിക്കുന്നതും ഏറ്റവും നല്ലതാണ്. വെട്ടൊന്ന് മുറിരണ്ട് തിരുവായി കിതർവാ. അവൻ എന്നോടത് ചെയ്തില്ല, അവൾ എന്നോടത് ചെയ്തില്ലേ, ഞാൻ അവരുടെ 2 കൊടുക്കും, അവൾക്ക് 2 കൊടുക്കും. ഞാൻ എന്നെ പ്രതികാരം ചെയ്യും. ഞാൻ അവനെ വെറുതെ വിടത്തില്ല, അവളെ വെറുതെ വിടത്തില്ല. ഞാൻ കാണിച്ചു കൊടുക്കാം, നേരെ ഒന്ന് വെളുത്തോട്ട്, അല്ലെ അവന്റെ കൺമുമ്പിലേക്ക് ഒന്ന് വരട്ടെ. അങ്ങനെയൊക്കെ പറയുന്നവരുണ്ടല്ലോ അല്ലേ. എത്രയോ പ്രാവശ്യം നമ്മളൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് അല്ലേ. ഞാൻ കാണിച്ചു കൊടുക്കാം, ഞാൻ അവന്റെ കോടതി കയറ്റും, പോലീസ് സ്റ്റേഷൻ കയറ്റും. അവന് ഞാൻ വെച്ചിട്ടുണ്ട് പണി, 8ന്റെ പണി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ പറഞ്ഞ് വെറുതെ ദൈവകൃപ നഷ്ടപ്പെടുത്തി കളയരുത് അല്ലേ. ഞാൻ രക്ഷിക്കപ്പെടുന്ന മുമ്പൊക്കെ ഇതൊക്കെ പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് എനിക്ക് ധൈര്യത്തോടെ പറയാം. അപ്പൊ നമ്മൾ ആവശ്യമില്ലാത്ത വാക്കുകൾ പറഞ്ഞ് നമ്മൾ നമ്മുടെ ദൈവകൃപ നഷ്ടപ്പെടുത്തി കളയാതെ നമ്മൾ ദൈവത്തോട് ചേർന്നിരിക്കണം. ചില സ്ഥലങ്ങളിൽ നമ്മൾ ഊമനായിട്ട് തന്നെ ഇരിക്കണം, ചില സ്ഥലങ്ങളിൽ നമ്മൾ മൗനമായിട്ടിരിക്കണം അല്ലേ. നമ്മൾ ഊമനായിരുന്ന് മൗനമായിരിക്കുമ്പോഴാണ് ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റുന്നത്. പ്രതികാരം ദൈവത്തിനുള്ളതാണ്, കർത്താവ് പ്രതികാരം ചെയ്യുള്ളൂ അല്ലേ. നമ്മൾ പ്രതികാരത്തിന് ഒരുങ്ങണ്ട. നമുക്ക് പ്രതികാരം ചെയ്യും നമ്മളൊന്ന് കൈകാലുകൾ എടുത്തോ അല്ലെങ്കിൽ ആയുധം എടുത്തോ ഒക്കെയാ, അതിൽ ദൈവം പ്രസാദിക്കുന്നില്ല അല്ലേ. ഇവിടെ നമ്മൾ ദൈവത്തിന് പറഞ്ഞു, ഞാൻ ഉരിയാട ബഹുമനായിരുന്നു, നന്മയെ ഗണ്യമാക്കാതെ മൗനമായിരുന്നു. നിങ്ങളുടെ സംസാരത്തിൽ നിന്ന് കുറ്റം കണ്ടുപിടിക്കുവാൻ വേണ്ടിയിട്ട് അനേകർ കാത്തിരിക്കുന്നുണ്ട്. നിങ്ങളുടെ സംസാരത്തിൽ നിന്ന് കുറ്റം കണ്ടുപിടിച്ച് നിങ്ങളെ പഴിയാർത്താൻ വേണ്ടി അനേകർ കാത്തിരിക്കുന്നുണ്ട് അല്ലേ. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ കാര്യത്തെ മാറ്റിമറിച്ചുകൊണ്ട് അതിനകത്ത് ഒരു കുറ്റം കണ്ടുപിടിക്കും. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളെ വളച്ചൊടിച്ചിട്ട് അതിനകത്ത് കുറ്റം കണ്ടുപിടിച്ച് നിങ്ങളെ ഇല്ലായ്മയെ ശ്രമിക്കും അല്ലേ. മാത്രമല്ല നിങ്ങളെ വലിയ വിരോധികളാക്കി മാറ്റും അല്ലേ. നിങ്ങൾ പറയുന്ന നന്മയുടെ വാക്കുകളെ അവർ മാറ്റിക്കളയും. നന്മയുടെ വാക്കുകളെ മാറ്റിക്കളഞ്ഞിട്ട് നിങ്ങളെ തിന്മയിലേക്ക് കൊണ്ടുവരും അല്ലേ. നിങ്ങൾ പറഞ്ഞല്ല സത്യമായ കാര്യങ്ങൾ, സത്യത്തിന്റെ വാക്കുകളാണ്. പക്ഷെ അതിനകത്ത് തിന്മ കണ്ടുപിടിച്ച് നിങ്ങളെക്കുറിച്ച് കുറ്റം പറയുന്ന അനവധി ആളുകളുണ്ട്. എന്റെ ആത്മീയജീവിതത്തിലുള്ള ബന്ധത്തിൽ എന്നെക്കുറിച്ച് ഒരുപാട് കുറ്റം പറയുന്നവര് എനിക്ക് ചുറ്റിലുമുണ്ടെന്നേ. പുറത്തു നാട്ടിലൊക്കെ പറയാൻ എനിക്ക് കുഴപ്പമില്ല. ഇത് അകത്തുനിന്ന് ശുശ്രൂഷയിൽ നിൽക്കുന്നവരൊക്കെ തന്നെയാണ്. ഞാൻ അറിയാത്തതും ഞാൻ കേൾക്കാത്തതും ഞാൻ പറയാത്തതും ഞാൻ കാണാത്തതും ഞാൻ തൊടാത്തതും ഞാൻ നടക്കാത്തതും ഞാനുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത കാര്യങ്ങൾ അല്ലേ പറഞ്ഞ് ധരിപ്പിച്ച് എന്റെ സഭയിലെ വിശ്വാസികളുടെ വീട്ടിൽ ചെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കി എന്നെക്കുറിച്ച് തിന്മ പറയുന്ന അനവധി ശുശ്രൂഷകന്മാരുണ്ട് കേട്ടോ. ഒക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് വേദന തോന്നും. നമ്മൾ കുറ്റം കണ്ടുപിടിക്കുന്ന കാര്യമില്ലേ പറഞ്ഞു. അപ്പം ഈ മനുഷ്യരുടെ ജീവിത സാഹചര്യം കുറ്റം കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഞാനൊരു ആത്മീയശുശ്രൂഷയിൽ നിൽക്കുന്നതുകൊണ്ട് ആത്മീയശുശ്രൂഷ രംഗത്ത് നിന്നുള്ളവരായിരിക്കും കുറ്റം കണ്ടുപിടിക്കുന്നത്. മറ്റു പുറത്തുനിന്നുള്ള ഒരാളാണ് നമുക്ക് അത്ര കാര്യമാക്കേണ്ട കാര്യമില്ല. അങ്ങനെ നിങ്ങളെക്കുറിച്ച് ഒരുപാട് അപവാദങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ പറഞ്ഞിട്ടില്ലേ സഹോദരി. നിന്റെ ഭവനത്തിനകത്ത് നിന്റെ സഹോദരനായിട്ട് സൗകര്യമായിട്ട് നിന്റെ ബന്ധുമിത്രാദികളായിട്ട് നിന്റെ ചർച്ചക്കാരുടെ സഭയിലെ കൂട്ടുവിശ്വാസിയായിട്ട് നിന്റെ ഇടയൻ പോലും അല്ലേലിയ, നിന്റെ അയൽവാസി പോലും നിന്റെ ഭർത്താവ് പോലും നിന്നെക്കുറിച്ച് ഒരുപാട് അപവാദങ്ങൾ കണ്ടുപിടിച്ച് നിന്റെ നന്മയുടെ വശത്തെ തിന്മയാക്കി മാറ്റി നിന്നെ കരയിപ്പിക്കാവുന്നത് പോലെ എല്ലാം സങ്കടപ്പെടുത്താവുന്നത് പോലെ എല്ലാം സങ്കടപ്പെടുത്തിയിട്ടില്ലേ അല്ലേലിയ. നിങ്ങളതിനെല്ലാം മറുപടി പറയാൻ നിന്നിട്ടില്ലേ. എന്നാൽ നിങ്ങളതിന് മറുപടി പറയാതെ ദാവീദിനെ പോലെ ഊമനായിരിക്കണം, മൗനമായിരിക്കണം അല്ലേലിയ. അങ്ങനെ ദാവീദ് ഊമനും മൗനമായിരുന്നത് കൊണ്ട് ദൈവത്തിന് ദാവീദിന്റെ മേൽ വന്ന കുറ്റാരോപണങ്ങളും കുറ്റങ്ങളും എല്ലാം ദൈവം ഏറ്റെടുത്ത് ദൈവം അതിന് പ്രതികാരം ചെയ്തു എന്നുള്ളതാണ്. നമ്മൾ പ്രതികാരത്തിന് ഒരുങ്ങുകയും ചെയ്യരുത്. ഒരുപാട് തെറ്റുകൾ നമ്മളെക്കുറിച്ച് പറഞ്ഞുണ്ടാക്കാം, ഒരുപാട് തെറ്റുകൾ. നമ്മളൊന്നും പറയണ്ട, ഒന്നും ചെയ്യണ്ട. നമ്മളിങ്ങനെ കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടി സാത്താൻ പലരുടെയും ഉള്ളത്തിൽ പ്രവേശിച്ചിട്ട് പലരും നമ്മുടെ അരികിലേക്ക് വരുന്ന സാത്താന്റെ വേഷം ധരിച്ച, സാത്താൻ താനും വെളിച്ചതിന്റെ വേഷം ധരിച്ചവർ വരുന്ന കണ്ടു കഴിഞ്ഞാൽ ഭക്തന്മാരായിട്ടാണ്. പക്ഷെ ഉള്ളിൽ സാത്താനായിരിക്കും.
ചിരിക്കുന്ന മുഖം കൊണ്ട് തന്നെ ആമൻ നമുക്ക് അകത്ത് പല്ലിറങ്ങും. പല്ല് മുൻപല്ല് കാണിച്ചിരിക്കും. അപ്പോൾ തന്നെ പല്ല് ഞവറും കൂടെ തിരിച്ചറിയണം. വെളിച്ചതൂതിന്റെ വേഷം കണ്ട നല്ല വിശുദ്ധനാണെങ്കിൽ അകത്തിരിക്കുന്ന പിടിമരുന്ന ലേലിയ. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ സഹോദരങ്ങളെയും പറയട്ടെ, യുവതികന്മാരോട് പറയട്ടെ, നിന്റെ ഉള്ളിൽ നന്മയെ തിന്മയാക്കി മാറ്റാൻ വേണ്ടിയിട്ട് പലരും രംഗത്തുണ്ട് കേട്ടോ. നിനക്കെതിരെ പ്രവർത്തിക്കുന്നുണ്ട്. നിന്റെ ജോലി മേഖലയിൽ, നിന്റെ ബിസിനസ്സിൽ, നിന്റെ പഠന കാര്യങ്ങൾ, ഹോസ്റ്റലിൽ നീ ജീവിക്കുമ്പോൾ, അല്ലെങ്കിൽ നീ യാത്ര പോകുന്ന സ്ഥലങ്ങളിൽ, നിന്റെ ഭവനത്തിനകത്ത്, കൂട്ടായ്മയിലൊക്കെ നിന്നെക്കുറിച്ച് തിന്മ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അത് പറഞ്ഞു പരത്തി പ്രചരിപ്പിച്ച് നിന്നെ അപമാനത്തിലേക്ക് നയിക്കാൻ ശ്രമിക്കുന്ന അനവധി ആളുകളുണ്ട്. നിങ്ങൾ അങ്ങനെയൊക്കെ കടന്നു പോകാറുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് അനുഭവമുണ്ട്. ഞാൻ പിന്നെ ഇതിങ്ങനെ പലർക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കും. അവർ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ഉള്ളിലുണ്ട്, ഓരോരുത്തർ അനുഭവിക്കുന്നത്. പക്ഷെ ഇവിടെ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? പ്രതികാരത്തിൽ ഒരുങ്ങാതെ മൗനമായിരിക്കണം. ദാവീദ് ഇവിടെ ഊമനായിരുന്നു, മൗനമായിരുന്നു കൊണ്ട് ദൈവം പ്രവർത്തിച്ച് എന്താ ദൈവം പ്രവർത്തിച്ചത്? 39 സംഗീതം 3 വാക്യം എന്താണ്? എന്റെ ഉള്ളിൽ ഹൃദയത്തിന് ചൂടുപിടിച്ചു, എന്റെ ധ്യാനത്തിൽ തീ കത്തി, അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു. ഈ സമയത്ത് ഭക്തൻ അല്ലേലിയ മൗനമായിട്ടിരുന്നു. അല്ലേലിയ മൗനമായിട്ടിരുന്നു കൊണ്ട് എന്ത് ചെയ്തു? തന്റെ ഹൃദയത്തിൽ ആമെ ചൂടുപിടിച്ചു. അല്ലേലിയ തന്റെ ഹൃദയത്തിൽ ചൂടുപിടിച്ചു. പരിശുദ്ധാത്മാവിന്റെ അഗ്നിയാൽ നിറയപ്പെട്ടു. നാവെടുത്ത് സംസാരിച്ചു. ദൈവസനിൽ അന്യഭാഷ സംസാരിക്കാൻ തുടങ്ങി. ഭക്തന്റെ വാക്കുകൾ ദൈവം ശ്രദ്ധിച്ചു. തന്റെ ഹൃദയവേദനകൾ മുഴുവൻ, സങ്കടങ്ങൾ മുഴുവൻ ആത്മാവിൽ നിറങ്ങി ഭക്തൻ ദൈവത്തോട് സംസാരിച്ചു. അപ്പോൾ എന്ത് ദൈവം മറുപടി കൊടുത്തു. അതിന്റെ ശരിയാ, നമ്മൾ ദൈവത്തിന് വിട്ടുകൊടുക്കണം. നമ്മളായിട്ട് ഒരു വിഷയങ്ങൾ ഏറ്റെടുക്കരുത്. നമ്മളായിട്ട് നമ്മുടെ വിഷയങ്ങൾ ഏറ്റെടുത്താൽ നമുക്കതിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പ്രൈസലോ, നമ്മുടെ പ്രവർത്തനം മുഴുവൻ, നമ്മുടെ പ്രവൃത്തി മുഴുവൻ, നമ്മുടെ ജീവിതം മുഴുവൻ, സാഹചര്യം മുഴുവൻ, നമ്മുടെ ചിന്തകൾ മുഴുവൻ ദൈവത്തിന് വിട്ടുകൊടുക്കണം. ഭക്തനെ പോലെ ഇവിടെ ഈ വാക്യത്തിനകത്ത് 4 കാര്യങ്ങൾ പറഞ്ഞ് കാണാൻ കഴിയും. ഒന്ന്, ദാവീദ് അലിയ ഒന്നാമത്തെ കാര്യം, തന്റെ നാവ് കൊണ്ട് താൻ പാപം ചെയ്തില്ല. ഇന്ന് പോലെ എന്നെ കേൾക്കുന്ന സ്നേഹിതനെ ഞാൻ ചോദിക്കട്ടെ, നാവ് കൊണ്ട് പാപം ചെയ്യുകയില്ല എന്ന് തീരുമാനം എടുക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? നാവ് കൊണ്ട് പാപം ചെയ്യുകയില്ലെന്ന് തീരുമാനം താങ്കൾ എടുത്താൽ താങ്കളുടെ വിജയത്തിലേക്ക് താങ്കൾ കൊതിച്ചുകൊണ്ടിരിക്കും. താങ്കൾക്ക് വിജയകരമായ ജീവിതം നയിക്കാൻ പറ്റും. അല്ലേലിയ വിജയ ശ്രീലാളിതനായി നിങ്ങൾക്ക് എവിടെ നിൽക്കാൻ പറ്റും? അപ്പൊ നാവ് കൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ, അതാണ് 31 ഭാഗ്യം. നാവ് കൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ എൻ്റെ വഴികളെ സൂക്ഷിക്കുവാണ്. അപ്പൊ നാവ് കൊണ്ടാണ് പാപം ചെയ്യുന്നത്. നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന നാവ് കൊണ്ട് എന്തെല്ലാം പാപം ചെയ്യുന്നത് നമുക്കറിയാമോ? അപ്പൊ ഒന്നാമത് നാവ് കൊണ്ട് പാപം ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം എന്താണ്? കുറ്റം കണ്ടുപിടിക്കാനുള്ള സാഹചര്യം നിങ്ങൾ ദുഷ്ടന് കൊടുക്കരുത്. നിങ്ങളുടെ മേൽ കുറ്റം കണ്ടുപിടിക്കാനുള്ള സാഹചര്യം നിങ്ങൾ ദുഷ്ടന് കൊടുക്കരുത്. നിങ്ങളുടെ മേൽ കുറ്റം കണ്ടുപിടിക്കുക, നിങ്ങളെ കുറ്റവാളിയാക്കുക, നിങ്ങളെ അപവാദത്തിലേക്ക്, നിങ്ങളെ സമ്മർദ്ദത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് ദുഷ്ടനായ പിശാച് മനുഷ്യന്റെ ഉള്ളിലൂടെ നിങ്ങൾക്കെതിരെ സദാസമയം പ്രവർത്തിക്കുന്ന അവൻ നിങ്ങൾക്ക് ചുറ്റിലും നടക്കുന്നുണ്ട്. അവന്റെ നിരീക്ഷണത്തിലാണ് നിങ്ങൾ. വല്ലേറിയ സ്വതം. ഞാനൊരിക്കൽ സുവിശേഷം അറിയിച്ച് ഇങ്ങനെ പോകുന്ന വിളിക്കത്ത് എന്നെ കുറച്ച് പേര് തടഞ്ഞു. അല്ലെങ്കിൽ തടഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, താങ്കൾ ഞങ്ങളുടെ നിരീക്ഷണത്തിന് കീഴിലാന്ന് പറഞ്ഞു. അല്ലേറിയ താങ്കളെ കുറച്ചു കാലമായി ഞങ്ങൾ ഇങ്ങനെ നോട്ടപ്പെട്ടിരിക്കുക, താങ്കൾ ഞങ്ങളുടെ നിരീക്ഷണം കീഴിലാന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്നെ നിങ്ങൾ നിരീക്ഷണത്തിന് കീഴിലാണ്, നിങ്ങൾ ആരാന്ന് ചോദിച്ചു. ഡിപ്പാർട്ട്മെന്റ് ഏതാണെന്ന് പറയാൻ പറഞ്ഞു. പോലീസാണെന്ന് ചോദിച്ചു. പോലീസൊന്നും അല്ലടാന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, പിന്നെ ആരാ നിങ്ങൾ? അപ്പൊ അവിടെ തനി രൂപം പുറത്തു വന്നു കേട്ടോ. അല്ലേറിയ ഞാൻ എന്നിട്ട് നിന്നെ ജീവനോടെ വിടത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ ജീവനോടെ പോകാനൊന്നും വന്നതല്ലേ, താമസിക്കാൻ വന്നതിനോട് പോകാൻ പറയാം. എന്റെ ജീവനോടെ പോകാമെന്ന് പറഞ്ഞല്ല വന്നത്. എപ്പോഴേലും മരിക്കണമല്ലോ. അത് ഇനി ഇവിടെ ആയാലും കുഴപ്പമൊന്നുമില്ല. അതും എൻ്റെ കർത്താവിന് വേണ്ടിയിട്ടാണെങ്കിൽ അത് ഏറ്റവും സന്തോഷമാണ്. അല്ലേ? അപ്പൊ കുറച്ചു നേരം അവരിങ്ങനെ വലിയ കാര്യങ്ങൾ പറഞ്ഞ് അവതരിപ്പിച്ച് കുറെ നമ്മളെ ചൊടിപ്പിക്കുന്ന വാക്കുകൾ. നമ്മളവിടെ ഊമനായിരുന്നു, മൗനമായിരുന്നു. എൻ്റെ മേൽ കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവന് അവസരം കൊടുത്തില്ല. അല്ലേ? അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ കൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ ദുഷ്ടന് നിങ്ങളുടെ മേൽ കുറ്റം കണ്ടുപിടിക്കാനുള്ള സാഹചര്യം നീ കൊടുക്കരുത്. അല്ലേ? മൂന്നാമത്തെ കാര്യം എന്താണ്? നന്മയെ ഗണ്യമാക്കാതെ മൗനമായിരിക്കാൻ നിങ്ങൾക്ക് കഴിയണം. അല്ലേ? പലപ്പോഴും നിങ്ങൾക്ക് വരുന്ന നന്മ, അല്ലേ,
അത് കാണുമ്പോൾ നിങ്ങൾ പലപ്പോഴും അതിനു വേണ്ടി തന്നെ വെമ്പോട്ട് ഓടിയേക്കാം. പക്ഷെ ആ നന്മയെ ഗണ്യമാക്കാതെ, അല്ലറിയ അത് ഒരുപക്ഷെ നിങ്ങൾക്ക് അപകടമായിരിക്കാം, ഒരുപക്ഷെ അനർത്ഥമായിരിക്കാം. അതുകൊണ്ട് നന്മയെ ഗണ്യമാക്കാതെ മൗനമായിരിക്കുവാൻ നിങ്ങൾക്ക് കഴിയണം. അല്ലറിയ നാലാമത്തെ കാര്യം, ഞാൻ ഉരിയാടാതെ ഊമനായി വായി കടിഞ്ഞാണിട്ട് കാത്തു. ഊമനായി ആമെ ഉരിയാടാതെ വായിക്ക് കടിഞ്ഞാണിട്ട് കാത്തു. ഈ 4 കാര്യങ്ങളിൽ നിങ്ങൾ വിജയിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് പരാജയപ്പെടേണ്ട കാര്യമില്ല. അല്ലേലുയ. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, നമ്മൾ ഈ ഭൂമിയിൽ നമുക്കെതിരെ ദുഷ്ടൻ ഒരുപാട് കുറ്റം കണ്ടുപിടിക്കും. കഴിഞ്ഞ ദിവസം ഒരു സഹോദരി എന്നോട് പറഞ്ഞു, നിങ്ങളുടെ 2 പാസ്റ്റർമാർ പറഞ്ഞൊരു ഭയങ്കര വർഗീയതയാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ വർഗീയത പറഞ്ഞത്? അപ്പൊ വർഗീയത പറഞ്ഞ 2 പാസ്റ്റർ ആരാ? ഒന്ന് നമ്മുടെ അനീഷ് കാവാനം പാസ്റ്ററാണ്, ഉള്ള സംസാരം പ്രശ്നം നമുക്ക് അറിയാമല്ലോ. പിന്നെ നമ്മുടെ രണ്ടാമത്തെ രാജു മേത്ര പാസ്റ്ററാണ്, അധികാരങ്ങളിൽ. അവർ പറഞ്ഞ സത്യമായ കാര്യങ്ങളാണ്. അതിനെ കൊണ്ട് ചിലർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നത്, നിങ്ങളുടെ പാസ്റ്റർമാർ വിളിച്ചു പറയുന്ന കുറ്റം കണ്ടില്ലേ, അവർ വർഗീയത പറയും. ഞാൻ പറഞ്ഞ വർഗീയത ഒന്നുമില്ല, ഉള്ള കാര്യങ്ങൾ വിളിച്ചു പറയുന്നു. ഉള്ള കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റില്ല. എന്നല്ലേ ഞങ്ങളെ പാസ്റ്റർമാരാക്കില്ല. അവർ പറയുന്നത് തന്നെ ഞാനും പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഞാൻ പറയുന്നത് അവരും പറഞ്ഞു. ഞങ്ങളെല്ലാം ഒന്ന് തന്നെയാണ് പറയുന്നത്. ഞങ്ങൾക്ക് വേണ്ടാത്തത്, ഞങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത്, ഞങ്ങൾക്ക് പറ്റാത്തത്, ഞങ്ങളുമായി ബന്ധമില്ലാത്തത്, ഞങ്ങളുമായിട്ട് പൊരുത്തപ്പെടാത്ത, ഞങ്ങളുമായിട്ട് ഒരിക്കലും യോജിക്കാത്ത കാര്യങ്ങളൊന്നും ഞങ്ങൾ ചെയ്യത്തില്ല. ഞങ്ങൾക്ക് എൻ്റെ ആവശ്യമില്ല. ഞങ്ങളത് പറഞ്ഞുകൊണ്ടിരിക്കും, ഞങ്ങൾ വിമർശിച്ചുകൊണ്ടിരിക്കും. വിമർശനമല്ല ഞങ്ങൾ പറയുന്നത്, ഞങ്ങൾ പറഞ്ഞ ദൈവവചന അടിസ്ഥാനമാണ്. ലേലിയ. അതെന്താണ്? ഓണത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് ലേലിയ. എന്നെ കേൾക്കുന്ന പ്രശ്നീകതയെ, ഓണം എന്നൊക്കെ പറയുന്നത് കേരളീയർക്ക് മാത്രമുള്ളതാണ്. ലോക ജനങ്ങളുടെ ഉത്സവമൊന്നും അല്ല ഓണം, കേരളത്തിലെ ജനത്തിന് മാത്രം. പിന്നെ മലയാളി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോയി കിടക്കുന്നതുകൊണ്ട് മലയാളി അവിടെ ചെയ്യുന്നത് മാത്രം. ഓണം കേരളത്തിൻ്റെതാണ്. അത് ആഘോഷിക്കരുത്. ദൈവമക്കളിന് പോകരുത്, ദൈവമക്കളിനെ ഉൾക്കൊള്ളരുത്. നിങ്ങൾ വിമർശിക്കും, വെറുതെ എന്നെ സംബന്ധിച്ച് ഒന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് വിമർശിക്കണം. സത്യം നിങ്ങൾ അറിയണ്ടേ? സത്യം നിങ്ങൾ അറിയണം. ഇതൊക്കെ ഞങ്ങൾ പറയുമ്പോൾ ഞങ്ങളെക്കുറിച്ച് കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങൾ പലതും തന്ത്രങ്ങളും വരെയും. ഞങ്ങൾക്ക് അതും അറിയാം. നിങ്ങൾ ആരാണെന്നും, നിങ്ങൾ എന്താണെന്നും, നിങ്ങളുടെ സംസാരം എന്താണ്, നിങ്ങളുടെ വാക്കുകൾ എന്താണ്, നിങ്ങളുടെ നിരൂപണം, നിങ്ങളുടെ ഹൃദയത്തിൽ ഇരിപ്പ് എന്താണ്. എന്നെ കേൾക്കുന്നവർ ഞങ്ങൾ ഒരിക്കലും വർഗീയത പറയത്തില്ല. ഞങ്ങളുടെ പാസ്റ്റർമാർ ആരും വർഗീയത പറയത്തില്ല. ഞങ്ങൾ പറയുന്നത് സുവിശേഷമാണ്, ക്രിസ്തുവിന്റെ സ്നേഹമാണ്. 2026 വർഷം മുമ്പ് മാനവകുലം മുഴുവൻ പാപത്തിൽ വീണ് പാപത്തിന്റെ ചുഴിയിൽ കിടന്നപ്പോൾ, എന്താണ് പാപം? നാശകരമായി കുഴിയിലും കുഴഞ്ഞ ചേറ്റിലും അതിക്രമങ്ങളും പാപങ്ങളും മരിച്ചുപോയ ദോഷവും വ്യഭിചാരമുള്ള തലമുറയുടെ, വക്രതയും കോട്ടമുള്ള ആ തലമുറയുടെ നടുവിൽ ജീവിച്ച്, പാപത്തിന് അധീനമായ ശരീരത്തിൽ ജീവിച്ച് മരിച്ച് നരകങ്ങളിലേക്ക് തള്ളപ്പെടേണ്ട സ്ഥാനത്ത് ആദ്യം നമ്മെ വീണ്ടെടുത്ത് നിത്യമായ രാജ്യത്തിന്, സ്വർഗരാജ്യം തരാൻ വേണ്ടിയിട്ട് സ്വർഗ മഹിമകളെ വെടിഞ്ഞ് താണ ഭൂമിയിലേക്ക് വന്ന് നമുക്ക് വേണ്ടി പരമയാഗമായി മാറിയ, എന്ന് പറഞ്ഞാൽ മഹാബലിയായി മാറിയ യേശുക്രിസ്തു മാത്രമാണ്. ഹല്ലേലൂയ. അപ്പൊ യേശുക്രിസ്തു കാൽവരി കുരിശിൽ നമുക്ക് വേണ്ടി മഹാബലിയായി തീർന്ന് മരിച്ചു. ഹല്ലേലൂയ. അവനെ കല്ലറയിൽ കൊണ്ടടക്കി 3 ദിവസം കഴിഞ്ഞപ്പോൾ കല്ലറകളെ ഭേദിച്ച് കല്ലറയിൽ നിന്ന് പുറത്തു വന്ന് അവൻ 40 നാളിൽ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷമായി സ്വർഗാരോഹണം ചെയ്തു. പിതാവിന്റെ വലത്തുഭാഗത്തിലെ വിശുദ്ധന്മാർക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുന്നു. തന്റെ സഭയെ, മണവാട്ടി സഭയെ ചേർക്കാൻ അവൻ സ്വർഗത്തിൽ നിന്നും മധ്യാകാശത്തിൽ. അപ്പൊ ഞങ്ങളുടെ ചിന്ത, ഞങ്ങൾ ഉയരത്തിൽ സ്വർഗത്തിൽ നിന്നും മധ്യാകാശത്തിൽ ഞങ്ങളെ ചേർക്കാൻ വരുന്നവനെ ഞങ്ങൾ കാത്തിരിക്കുന്നത്, അല്ലാതെ പാതാളത്തിൽ വരുന്ന ആളിന് വേണ്ടിയിട്ടല്ല ഞങ്ങൾ കാത്തിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളുടെ കർത്താവിനെ പാതാളത്തിൽ ഒതുക്കാൻ പറ്റിയില്ല. കർത്താവ് ഉയരത്തിൽ മഹിമയുടെ വലത്ത് ഭാഗത്തുണ്ട്. കർത്താവിന് വേണ്ടി ഞങ്ങൾ കാത്തില്ല. അപ്പൊ ഞങ്ങളിത് പറയുമ്പോൾ ഞങ്ങളതിൽ ഒരുപാട് കുറ്റം കണ്ടുപിടിക്കാൻ ശ്രമിക്കും. അപ്പൊ ഇവിടെയെല്ലാം നമ്മൾ മൗനമായി ധ്യാനിച്ചു കേട്ടോ. ദാവീദ് ധ്യാനിച്ചപ്പോൾ അവനിൽ തന്റെ ഹൃദയത്തിന് ചൂടുപിടിച്ച് പരിശുദ്ധാത്മാവിന്റെ ശക്തി അവനെ നിറച്ചു. അവൻ പറയുക, ഞാൻ ധ്യാനിച്ചപ്പോൾ എന്റെ ഉള്ളിൽ തീ കത്തി, അതിന്റെ ഫലമായി പ്രാർത്ഥനയുടെ ആത്മാവും യാചനയുടെ ആത്മാവും അവനിലേക്ക് വന്നു. അവൻ അവിടുത്തെ സംസാരിച്ചു. അതെ, നമ്മൾ സംസാരിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, ദൈവത്തിലേക്ക് കാത്തിരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഗ്നിയാൽ ദൈവം നമ്മെ നിറയ്ക്കും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഗ്നിയാൽ നമ്മെ നിറച്ച് ആത്മാവിൽ നമ്മൾ നിറയാൻ തുടങ്ങും. പ്രാർത്ഥനയുടെ ആത്മാവ്, യാചനയുടെ ആത്മാവ്, അപേക്ഷയുടെ ആത്മാവ് ദൈവം നമ്മുടെ ഉള്ളിലേക്ക് തരുമ്പോൾ നമ്മളും ദൈവമായിട്ടൊരു ബന്ധം സ്ഥാപിക്കും. ഹല്ലേലൂയ. ഈ ഭൂമിയിലെ ഏറ്റവും ഉത്തമമായ ബന്ധം നമ്മൾ യേശുക്രിസ്തുവായിട്ടായിരിക്കണം.
കാരണം മനുഷ്യന്റെ പാപത്തിന് പരിഹാരമായി ക്രൂശിൽ ഒരുവൻ മരിച്ചിട്ടുണ്ടെങ്കിൽ യേശു മാത്രമാണ്. ലോകത്തിന്റെ ഏത് പ്രമാണങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ലോകത്തിലെ ഏത് മതങ്ങളെക്കുറിച്ച് പഠിച്ചായിട്ട് ഏത് മതഗ്രന്ഥങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കിയിട്ട് മാനവകുലത്തിന്റെ പാപത്തിനു വേണ്ടി സ്വർഗ മഹിമകളെ വെടിഞ്ഞ് താണഭൂമി വന്ന് മനുഷ്യന്റെ പാപങ്ങൾ ഏറ്റെടുത്തിട്ട് ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ടവൻ, ഉയർത്തെഴുന്നേറ്റവൻ, സ്വർഗാരോപണം ചെയ്തവൻ ഒറ്റൊരുവൻ മാത്രം, യേശുക്രിസ്തു മാത്രം. ഹല്ലേലൂയ. മരിച്ചവൻ ഉയർത്തെഴുന്നേറ്റത് യേശു മാത്രമേ ഉള്ളൂ കേട്ടോ. മരിച്ചവൻ ഉയർത്തെഴുന്നേറ്റതും യേശു മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഒരു സംശയമുണ്ടോ? ഈ യാറൂസിന്റെ മകൾ ഉയർത്തെഴുന്നേറ്റില്ലേ? നൈലിന്റെ വിധവയുടെ മോൻ ഉയർത്തെഴുന്നേറ്റില്ലേ? ലാസർ ഉയർത്തെഴുന്നേറ്റില്ലേ? തബീത ഉയർത്തെഴുന്നേറ്റ് എന്നൊക്കെ ചോദിച്ചേക്കാം. ശരിയാണ്, അവർക്ക് ഉയർത്തെഴുന്നേറ്റു, പക്ഷെ അവരൊക്കെ വീണ്ടും മരിച്ചു. കർത്താവായ യേശുക്രിസ്തുവിന്റെ കാലഘട്ടത്തിലും പത്രോസിന്റെ കാലഘട്ടത്തിലും അമ്മാമെ പൗലോസിന്റെ കാലഘട്ടത്തിൽ പൗലോസിന്റെ കാലം അവൻ യുദ്ധിക്കോസ് അവൻ 3-ാം നിലയിൽ താഴെ വീണു, പ്രാണൻ പോയി. പൗലോസ് അവനെ തഴുകി, അവൻ ജീവൻ മടങ്ങി വന്നു. അങ്ങനെ ഈ യേശുക്രിസ്തുവിന്റെ കാലഘട്ടത്തിലും അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിലും മരിച്ചു പോയി ഉയർത്തവരെല്ലാം വീണ്ടും മരിച്ച് അവർ അന്ത്യവിശ്രമം കൊള്ളുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ കർത്താവായ യേശുക്രിസ്തു മാത്രമേ മരിച്ചവരിൽ ഉയർത്തുന്നതിന്റെ ആദ്യ ഫലം, മരിച്ചവർ ഉയർത്തുന്നതിന് ആദ്യ ഫലമായി യേശുക്രിസ്തു മാത്രം. പിന്നെ പലരും പല വിശുദ്ധന്മാരും ഉയർത്തെഴുന്നേറ്റു, പല വിശുദ്ധകൾ ഉയർത്തെഴുന്നേറ്റു, അതിലൂടെ പോയി ഇതിലൂടെ പോയി അങ്ങനെ പോയി. അങ്ങനൊന്നും ഇല്ല കേട്ടോ. സത്യവേദ പുസ്തകത്തിൽ അതൊന്നും ഇല്ല. വിശുദ്ധ ബൈബിളിൽ നമ്മൾ ഏത് ബൈബിൾ പഠിച്ചാലും കർത്താവായ യേശുക്രിസ്തു മാത്രമേ മരിച്ചവരും ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോപണം ചെയ്തിട്ടുള്ളൂ. പിന്നെ ആരും സ്വർഗാരോപണം ചെയ്തില്ല. ഇപ്പൊ ഓഗസ്റ്റ് പഠിച്ചത് അവന്റെ കത്തോലിക്ക സ്വർഗാരോപണ തിരുനാൾ, മറിയയുടെ സ്വർഗാരോപണം, മറിയ സ്വർഗത്തിൽ കയറി ഉയർത്തെഴുന്നേറ്റ് പോയെന്നാണ് പഠിപ്പിക്കുന്നത്. അതൊരിക്കലും സംഭവിച്ചിട്ടില്ലാത്ത കാര്യമാണ്, ഒരിക്കലും സംഭവിച്ചിട്ടില്ല. കത്തോലിക്കയുടെ ബൈബിൾ എൻ്റെ കയ്യിലുണ്ട്, ഞാൻ കത്തോലിക്കായത് എൻ്റെ കയ്യിൽ ബൈബിൾ US ബൈബിളിൽ ഇരിപ്പുണ്ട്. അതിനകത്തുമില്ല, ഒരു ബൈബിളിനകത്തും മറിയ, യേശുവിന്റെ അമ്മയായ മറിയ ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോപണം ചെയ്തെന്ന് ഒരിക്കലും രേഖപ്പെടുത്തില്ല, എങ്കിലും ഒരു ചരിത്രത്തിലുമില്ല. പിന്നെ സഭയത് പഠിപ്പിക്കുന്നു, അത് അവർ പഠിക്കട്ടെ. വേദപുസ്തകം സംസാരിക്കണം, സത്യം പറയണം, സത്യത്തിന് വേണ്ടി നിൽക്കണം. അപ്പം ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഊമയായിരുന്നോണ്ട്, ചില സമയങ്ങൾക്ക് മൗനമായിരുന്നോണം. അവിടെ ദൈവം നമ്മുടെ മേൽ പരിശുദ്ധന്മാരുടെ അഭിഷേകം വരും, അന്യഭാഷയിൽ പകരും. ആത്മാവിൽ നമ്മൾ നാവെടുത്ത് സംസാരിക്കും, നമ്മൾ ദൈവമായിട്ട് സംസാരിക്കും, ദൈവമായിട്ട് ദൈവിക മർമ്മങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കും. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? ദാവീദിന്റെ ഉള്ളിൽ ആ പ്രാർത്ഥനയുടെ, യാത്രയുടെ, അപേക്ഷയുടെ ആത്മാവിനാൽ ദാവീദ് നിറയപ്പെട്ടു. ഹല്ലേലൂയ. ഈ മൗനതയുടെ മഹാത്മ്യത്തെക്കുറിച്ച് എന്താണ് ബൈബിൾ പറയുന്നത്? മൗനതയുടെ മഹാത്മ്യത്തെക്കുറിച്ച് ബൈബിൾ പറയുമ്പോൾ ഞാൻ അതിന്റെ ചരിത്രഭാഗങ്ങളിലൂടെ കടന്നുപോയി ചില പുസ്തകങ്ങളുടെ. അപ്പൊ അവിടെ കാണുന്ന 7 നിലയിലുള്ള മൗനമുണ്ടെന്നാ. 7 നിലയിലുള്ള മൗനമുണ്ട്. 7 നിലയുള്ള മൗനത്തെക്കുറിച്ച് പറയുമ്പോൾ ഒന്നാമത്തെ മൗനം നിസ്സംഗമായ മൗനം, നിസ്സംഗമായ, ഒന്നിനും ബന്ധമില്ലാത്ത നിസ്സംഗമായ മൗനം. ഹല്ലേലൂയ. രണ്ടാമത്തെ നയതന്ത്രപരമായ മൗനം. ചില ആളുകളൊക്കെ അങ്ങനെ ഭയങ്കര നയതന്ത്രമായ രീതിയിൽ മൗനം. മൂന്നാമത്തെ ബുദ്ധിമോശമായ മൗനം. ഹല്ലേലൂയ. ബുദ്ധി മോശമായ മൗനം. ഹല്ലേലൂയ. നാലാമത്തെ ഉദാസീനമായ മൗനം. 5 സമ്മർദ്ദം മൂലമുണ്ടാകുന്ന അല്ലെങ്കിൽ സമ്മർദ്ദ നിമിത്തം ഉണ്ടാകുന്ന മൗനം. 6 നൈരാശ്യപൂർണമായ മൗനം. 7 സമയോചിതമായ മൗനം. അങ്ങനെ 7 വിധ മൗനത്തെ കുറിച്ചാണ് ദാവീദിന്റെ ഈ ജീവിതത്തോടുള്ള ബന്ധത്തിനും ഈ വചനത്തോടുള്ള ബന്ധത്തിനും നമുക്ക് പഠിക്കാൻ കഴിയുന്നത്. ഹല്ലേലൂയ. മൗനമായിരുന്നു ധ്യാനിച്ചാൽ ഹൃദയത്തിന് ചൂടുപിടിക്കും, അപ്പോൾ ദൈവത്തിന് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യാൻ പറ്റും. എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ എല്ലാത്തിനും മറുപടി പറയരുത്. യാക്കോബിന്റെ ലേഖനം നമ്മൾ വായിക്കും, കേൾപ്പാൻ വേഗതയും പറവാൻ താമസമുള്ളവനായിരിക്കട്ടെ. ഏത് കാര്യം നിങ്ങൾ പെട്ടെന്ന് കേൾക്കണം, പറയുന്നത് പ്രാർത്ഥനയോടെ പറയാവുള്ളൂ. ഹല്ലേലൂയ. പക്ഷെ നമ്മൾ പെട്ടെന്ന് ഒന്ന് ചാടിക്കേറി മറുപടി പറയരുത്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, നിങ്ങൾക്ക് ജീവിതത്തിൽ ജയിക്കണോ, ജീവിതത്തിൽ മുന്നേറണോ, ജീവിതത്തിൽ ശക്തിയോടെ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ കഴിയണമെങ്കിൽ, ജീവിതം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, അല്ലെങ്കിൽ നാശത്തിന്റെ വക്കിൽ നിന്ന് കെണിയുടെ ആ അനുഭവത്തിൽ നിന്ന് നിനക്ക് പുറത്തു വരണമെങ്കിൽ നീ പല സ്ഥലത്ത് വലിയ മൗനമായിട്ട് ഊമനായിട്ട് വരുന്ന ദൈവസ്നേഹം പ്രാർത്ഥിക്ക്. കർത്താവ് നിന്റെ ഹൃദയത്തിൽ ചൂട് പിടിക്കും. സംഗീതക്കാരന്റെ ഹൃദയത്തിൽ ചൂട് പിടിച്ച പോലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദൈവം നിന്റെ ഉള്ളിലേക്ക് അയക്കും. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുമ്പോൾ, അഭിഷേകം നിന്റെ മേൽ വരുമ്പോൾ നിന്റെ ഹൃദയത്തിന് ചൂട് പിടിക്കാൻ തുടങ്ങും. നീ നാവെടുത്ത് സംസാരിക്കും. ഹല്ലേലൂയ. നാവെടുത്ത് സംസാരിക്കുക പറഞ്ഞാൽ ഈ ചില ആളുകൾ പറഞ്ഞത് നാവെടുത്ത് സംസാരിക്കും. നമ്മൾ നാവെടുത്ത് സംസാരിക്കും ദൈവത്തോടെ കേട്ടോ. അത്തരങ്ങൾ തുറന്ന് അന്യഭാഷയിലെ നാവെടുത്ത് സംസാരിക്കും. ചിലക്ക് നാവെടുത്ത് സംസാരിച്ച് പിന്നെ അവിടെ അരിക്ക് നിൽക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾ ഈ ദൈവവചനം എന്നൊക്കെ പറഞ്ഞ് പരിജ്ഞാനത്തിൻ്റെതാണ്, വിവേകത്തിൻ്റെതാണ്, ജ്ഞാനത്തിൻ്റെതാണ്.
ആമേൻ. ഇത് നമുക്ക് ഒരുപാട് അറിവ് തരുന്നതാണ്, നമ്മുടെ ബുദ്ധിമണ്ഡലങ്ങൾ പ്രകാശിപ്പിക്കുന്നതാണ്. നമ്മൾ ആരാണെന്ന് നമ്മൾ ആരാ തിരിച്ചറിയുന്നതാണ് ഈ വചനം. നമ്മുടെ ചിന്താഗതി എന്താണ്, നമ്മുടെ പ്രവൃത്തി എന്താണ്, നമ്മുടെ നിരൂപണങ്ങൾ എന്താണ്, നാം ആരായിരിക്കണം, എങ്ങനെ ആയിരിക്കണം, എവിടെ ആയിരിക്കണം, എതിലൂടെ പോകണം, എങ്ങനെ പോകണം എന്നൊക്കെ നമുക്ക് യഥാർത്ഥമായി നമ്മെ പഠിപ്പിക്കുന്നതാണ് സത്യവേദ പുസ്തകം. സ്വഭാവ രൂപീകരണമാണ് ഈ വേദപുസ്തകം. ഹല്ലേലൂയ. നമ്മുടെ സ്വഭാവത്തെ രൂപീകരിക്കുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മളെ കീഴ്പ്പെടുത്തി കൊടുക്കണം. പലപ്പോഴും കുയിരുവാൻ കഴിയാതെ, നന്മ കാണാൻ കഴിയാതെ, അനുഗ്രഹം പ്രാപിക്കാൻ കഴിയാതെ, കുടുംബത്തിന്റെ ശാപം മാറാതെ, ബന്ധനം വഴിയാതെ എന്നെ കേൾക്കുന്ന മാതാപിതാവ് എത്ര കാലമായി നീ വേദന അനുഭവിക്കുന്നത്? അത് നീ ദൈവസനയില് നീ മൗനമായി ഇരിക്കുന്നു, ഊമനായിരുന്ന് പ്രാർത്ഥിക്കുന്നെങ്കിൽ ദൈവം നിനക്ക് വേണ്ടി എഴുന്നേൽക്കും. ദൈവം എഴുന്നേൽക്കുമ്പോൾ അവന്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു എന്നാണ് 68 സംഗതി 1 വാക്യം വായിക്കുന്നത്. അതെ, നീ ഊമനായി മൗനമായി എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിനക്ക് വേണ്ടി എഴുന്നേക്കുമെന്ന്. നിന്റെ ശത്രുക്കളോട് നീ പ്രതികാരം ചെയ്യേണ്ട, അവരുടെ ദൈവം പ്രതികാരം ചെയ്യും. യുദ്ധം യഹോവയ്ക്കുള്ളതെന്ന വചനം. ഹല്ലേലൂയ. നിങ്ങൾ എവിടെയും നിങ്ങളുടെ ജീവിതത്തെ താഴ്ത്തുവാൻ കഴിയണം. നിങ്ങളുടെ ജീവിതത്തെ താഴ്ത്തണം. കർത്താവായ യേശുക്രിസ്തു ആമി ക്രൂശിലെ മരണത്തോളം തന്നെത്താൻ താഴ്ത്തി അനുസരണമുള്ളവനായി തീർന്നു എന്നാണ് ഫിലിപ്പിയർ 2 ഹല്ലേലൂയ 6 തൊട്ട് 8 വരെ ഒന്ന് വായിച്ച കാണാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. നമ്മളെപ്പോഴും താഴ്ചയുടെ അല്ലെ താഴ്മയുടെ അനുഭവം നമുക്കുണ്ടായിരിക്കണം. നിഗളികളോട് ആണ് ദൈവം എതിർത്ത് നിൽക്കുന്നു. നിഗളികളോട് ദൈവം എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർ കൃപ നൽകുന്ന യാക്കോബ് പറയുന്നത്. ഒരിക്കലും നിഗളം അനുഭവമുള്ളവരുടെ ഉള്ളിൽ ദൈവം വസിക്കത്തില്ല. നിഗളികളോട് ദൈവം സംസാരിക്കത്തില്ല. ദൈവം സംസാരിക്കുന്ന താഴ്മയുള്ള ഹൃദയങ്ങളോടാണ്. ഇവിടെ എന്നെ കേൾക്കുന്ന മാതാപിതാവേ, നീ ഒരുപാട് പ്രശ്നങ്ങൾ കടന്നു പോകുന്നുണ്ട്, നീ ഒരുപാട് സങ്കടങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ആമി വിവാഹം കഴിച്ചു ആമിയെ ഭർത്ത വീട്ടിൽ ചെന്ന നാളെ തൊട്ട് നീ കണ്ണുനീരാം. ഹല്ലേലൂയ. ജീവിതത്തിൽ കുടുംബജീവിതം ആരംഭിച്ച കാലത്ത് കണ്ണുനീരാ. ആമി ഭർത്താവിൽ നിന്നും മക്കളിൽ നിന്നും ഒക്കെ നിനക്ക് കണ്ണുനീരാ. ബന്ധുക്കളിൽ സ്വന്തം സഹജാണ് നിനക്ക് കണ്ണുനീരാ. സഭയ്ക്കകത്ത് വന്നാലും നിനക്ക് കണ്ണുനീരാ. എല്ലാ നിലയിലും നീ കണ്ണുനീര് അനുഭവിക്കുന്നെങ്കിൽ, നീ ദൈവത്തിനെ പ്രാർത്ഥിക്കുന്നെങ്കിൽ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. ജോലി സ്ഥലത്ത് ചെന്നാൽ നിന്റെ സങ്കടം ആരുടെങ്കിലും നീ ഒന്ന് പറഞ്ഞാൽ അതിനകത്ത് തിന്മ കണ്ടുപിടിച്ച് നിന്നെ കുറ്റം ചാർത്താൻ അനവധി ആളുകൾ കാണും. നിന്റെ സങ്കടങ്ങൾ പോലും ആരോടും പങ്കുവെക്കാൻ പറ്റാത്ത കാലഘട്ടമാണ്. നിങ്ങൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ സങ്കടങ്ങൾ നമ്മൾ ആരോടൊന്ന് പങ്കുവെച്ച് നമ്മൾ മനസ്സിന്റെ ആരോഗ്യം ഒഴിക്കാൻ നോക്കുമല്ലോ. പലരുടെയും ഒരു ഹൃദയത്തിൽ ഒരുപാട് സങ്കടങ്ങളുണ്ട്. അപ്പൊ അത് ആ ഹൃദയത്തിൽ വെച്ച് വീർപ്പ് മുട്ടിയ പല്ല് ജീവിക്കുന്നത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇതെങ്ങ് ആരോടെങ്കിലും ഒന്ന് പറഞ്ഞൊന്ന് സ്വസ്ഥമാകാം, സ്വതന്ത്രമാകാം ചിന്തിക്കുന്നുണ്ട്. ഹല്ലേലൂയ. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന, ഏറ്റവും സ്നേഹിക്കുന്ന, നമ്മുടെ രഹസ്യം മറ്റാരോടും പറയില്ല നമ്മൾ ചിന്തിക്കുന്ന ചിലരോട് ചെന്ന് നമ്മൾ ഈ വിഷയം പറയും. ഹല്ലേലൂയ. ഈ വിഷയം പറയുന്നതാണ്. എന്നിട്ട് നമ്മൾ ആരോടും പറയരുതിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. നമ്മൾ അവിടുന്ന് പറഞ്ഞുകൊണ്ട് പോരുന്ന പുറകെ നമ്മൾ രഹസ്യം പറഞ്ഞ വ്യക്തി പിന്നെ അങ്ങ് നോട്ടീസ് അടിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. നോട്ടീസ് അടിച്ച ഒരു 10,000 നോട്ടീസ്. നീ അറിഞ്ഞോടാ, പാസ് അറിഞ്ഞോ, ഇന്നയാളെ കുറിച്ച് ഇങ്ങനെ ഒരു സംസാരം കേട്ടുന്നല്ലോ, ഇന്നയാളെ കുറിച്ച് ഇങ്ങനെ ഒരു വർത്തമാനം കേൾക്കുന്നല്ലോ, പാസ്റ്റർ അറിഞ്ഞോ. പിന്നെ അങ്ങ് നോട്ടീസ് അടി തുടങ്ങും. ഹല്ലേലൂയ. പാസ്റ്റർമാരെ, ഭാര്യമാരെ ആരോടും കൊച്ചമ്മ ആരോടും പറയരുത് കേട്ടോ. ആരോടും പറയരുത്. ആരോടും പറയില്ല. പക്ഷെ സഭയിലെ വിശ്വാസികളെല്ലാം അറിഞ്ഞു. ഹല്ലേലൂയ. സ്തോത്രം. ശരിയല്ലേ? ഞാൻ ശുശ്രൂഷകനാകട്ടോ. ഹല്ലേലൂയ. നമ്മുടെ രഹസ്യങ്ങൾ പോലും മറ്റാരോടും പറയാൻ പറ്റാത്ത നിലയിൽ ഈ ലോകം വല്ലാത്ത അനുഭവത്തിൽ പോയെന്ന്. നമ്മുടെ രഹസ്യങ്ങൾ നമ്മൾ മറ്റുള്ളവരോട് പറഞ്ഞാൽ അതിനകത്ത് കുറ്റം കണ്ടുപിടിച്ചിട്ട് നമ്മളെ പഴിചാരുന്നവരാ. നിന്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ്, നിന്റെ പ്രവൃത്തി കൊണ്ടാണ്, നിന്റെ സ്വഭാവം കൊണ്ടാണ്, നിന്റെ ജീവിതം കൊണ്ടാണ് നിനക്കങ്ങനെ സംഭവിച്ചതെന്ന് പറയുവാൻ ആയിരക്കണക്കിന് വിരലുകൾ നിനക്ക് നേരെ ചൂണ്ടിയേക്കാം. ആയിരക്കണക്കിന് വിരലുകൾ, ആയിരക്കണക്കിന് കണ്ണുകൾ നിന്റെ നേരെ പതിഞ്ഞേക്കാം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇത് തന്നെയാണ് ദാവീദിനുണ്ടായത്. ദാവീദിന്റെ മേൽ കുറ്റം കണ്ടുപിടിച്ച് ദാവീദിനെ കുറ്റക്കാരനാക്കി മാറ്റാൻ വേണ്ടി, ഒരു അപവാദിയാക്കി മാറ്റാൻ വേണ്ടി, തന്നെ ഭൂമി ഇല്ലായ്മ ചെയ്യാൻ, തന്റെ രാജകീയ സ്ഥാനം, രാജ്യത്തെ നഷ്ടപ്പെടുത്തി കളയാൻ വേണ്ടിയിട്ട് പലരും ദാവീദിന്റെ തിന്മ കണ്ടുപിടിച്ചപ്പോൾ, പല വിരലുകൾ തനിക്കെതിരെ ചൂണ്ടിയപ്പോൾ, പല കണ്ണുകളും ദാവീദിനെ വന്നപ്പോൾ ദാവീദ് ഊമനായിരുന്നു. ഹല്ലേലൂയ. നന്മയെ ഗണ്യമാക്കാതെ ആമേൻ മൗനമായിരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം തന്റെ ഹൃദയത്തിൽ ചൂട് പിടിപ്പിച്ചു, നാവെടുത്ത് സംസാരിച്ചു. ഹല്ലേലൂയ. അതെ, നമ്മുടെ രഹസ്യങ്ങൾ കർത്താവിനോട് പറയാം. എല്ലാ രഹസ്യങ്ങളും എല്ലാവരും പറയാൻ പറ്റത്തില്ല. അങ്ങനെ നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത്. അല്ലെങ്കിൽ എല്ലാ രഹസ്യങ്ങളും എല്ലാവരും പറഞ്ഞാൽ അത് ഹല്ലേലൂയ സ്തോത്രം, അല്ലേ, അത് പുറത്ത് പാട്ടാകും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്.
പണ്ടുള്ള ആൾക്കാരൊക്കെ പറയില്ലേ, അല്ലല്ലോ, ഉപസാരകസ് ആരും വെളിയിൽ പറയത്തില്ലെന്ന്. പക്ഷെ എത്രയോ ആളുകൾ പറയുന്നു, അല്ലേ, എന്തെല്ലാം അത് വേണം വെളി വരുന്നു. ഇതൊക്കെ ഒരു പഴഞ്ചൊല്ല് പോലെ നമ്മൾ ആരോടും പറയുന്നു പറയുന്ന കാര്യങ്ങൾ പുറത്തു വരും, അല്ലേ. എന്നെ കേൾക്കുന്ന സ്നേഹിക്കുന്നത് നമ്മൾ പറയുക, നിങ്ങൾ മൗനതയിൽ എത്രമാത്രം ശക്തിയോടുകൂടി ഇരിക്കുന്നു എന്ന് നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങൾ മൗനതയിൽ എത്രമാത്രം ശക്തിയിലാണ് ഇരിക്കുക, എത്രമാത്രം ശക്തി നിങ്ങളുടെ മേലുണ്ട്, നിങ്ങളത് തിരിച്ചറിയണം. നിങ്ങളെ അന്യായമായി കുറ്റം പറഞ്ഞ് വേദനിപ്പിക്കുമ്പോൾ വെറും മൗനമായി മാത്രം നിന്ന് പോകരുത്. നിങ്ങളെ അന്യായമായി കുറ്റം പറഞ്ഞ് വേദനിപ്പിക്കുമ്പോൾ, നിങ്ങളെ അന്യായമായി പഴിചാരുമ്പോൾ, നിങ്ങളെക്കുറിച്ച് അപവാദം പറയുമ്പോൾ, നിങ്ങളെക്കുറിച്ച് തിന്മ പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? അവിടെ എപ്പോഴും മൗനമായി നിന്ന് പോകരുത്, അല്ലേ. മൗനമായി നിന്ന് പോകരുത്. ആദ്യം എന്താ പറഞ്ഞത്? ഊമനായിരിക്കണം, മൗനമായിരിക്കരുത്. ഇപ്പൊ ഞാൻ പറയുന്നത് എന്താണ്? ഊമനായിരിക്കരുത്, മൗനമായിരിക്കരുത്. അപ്പം പ്രതികാരം ചെയ്യണം, നല്ല പ്രതികാരം ചെയ്യല്ല. നിങ്ങളെക്കുറിച്ച് അങ്ങനെയുള്ള അപവാദങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ ഊമനായി നിൽക്കാതെ തന്നെത്താൻ താഴ്ത്തി, അല്ലേ, നിങ്ങൾ ദൈവസന്നിധിക്ക് ഏൽപ്പിച്ചു കൊടുന്ന് പ്രാർത്ഥിക്കണം. ദൈവസന്നിധി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കണം. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിനെ കുറിച്ച് ഒരു പ്രവചനം നമ്മൾ വേദപുസ്തകം വായിച്ചാൽ കാണാൻ കഴിയും. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനത്തെ അതിശ്രേഷ്ഠമായ ഒരു വചനമാണ് യെശയ്യാ പ്രവാചകൻ പറഞ്ഞത്. യെശയ്യാ പ്രവചന്റെ പുസ്തകം 53-7 വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അല്ലേലൂയ. തന്നെത്താൻ താഴ്ത്തി വായെ തുറക്കാതിരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നതിന് മുമ്പാകെ മിണ്ടാതിരിക്കുന്ന ആടിനെ പോലെയും അവൻ വായെ തുറക്കാതെയിരുന്നു. അല്ലേലൂയ. കണ്ടോ, നമ്മുടെ കർത്താവുണ്ട്. കർത്താവിന്റെ എന്തെല്ലാം, കർത്താവ് യേശുവിന്റെ ക്രൂശിലെ മരണവേളകളിൽ, അല്ലേലൂയ, എന്തെല്ലാം അപവാദങ്ങളാണ് യേശുവിനെ കുറിച്ച് പറഞ്ഞത്. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ, അല്ലേലൂയ, അവൻ പീഡിപ്പിക്കപ്പെട്ടു. അല്ലേലൂയ. സ്തോത്രം. കള്ളനാണ്, കൊലപാതകനാണ്, ബേത്ശെബൂബയുടെ ചതിയവനാണ്, ഇവൻ ഇസ്രായേലിന്റെ രാജാവെന്ന് പറഞ്ഞ് ഈ മന്ദിരം പൊളിച്ച് 46 സന്വത്സരം കൊണ്ട് ശരവാൻ പെടുന്ന ദൈവാലയം പിടിച്ച 3 ദിവസം കൊണ്ട് പണിയുമെന്ന് പറഞ്ഞവനാ. ഇവൻ നമ്മുടെ ജനത്തെ മുഴുവൻ തെറ്റിക്കുന്നവരാണ്. ഇവൻ ഇസ്രായേലിന്റെ രാജാവാന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഇവൻ ദൈവമായെന്ന് പറഞ്ഞു. ഇവനെ തന്നെ ഇവൻ ദൈവമാക്കി. എന്തെല്ലാം ആരോപണങ്ങൾ, ആക്ഷേപങ്ങൾ നമ്മുടെ യേശുക്രിസ്തുവിന് നേരെ ജനം ആർത്ത് വിളിച്ചു പറഞ്ഞു. അവനെ ചാട്ടവാറ് കൊണ്ടടിച്ചു, തലയിൽ മുൾക്കിരീടം അടിച്ചിറക്കി, കൈകാലുകളിൽ കാരിരുമ്പാണി അടിച്ചിറക്കി, ശരീരം ഉഴവുചാലൂടെ കീറി, രക്തം ധാരധാരയായി ഒഴുകി. ക്രൂശിന്റെ കൽത്തളത്തിൽ രക്തം തളം കെട്ടി നിന്നു. വേദനയാൽ പുളയുന്ന ഒരു മാംസപിണ്ഡമായി കിടക്കുന്ന യേശുക്രിസ്തുവിനെ കുറിച്ച് യേശുക്രിസ്തുവിന്റെ ജനനത്തിന് 700 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ പറഞ്ഞ വാക്കാണ്, തന്നെത്താൻ താഴ്ത്തി വായെ തുറക്കാതിരുന്നിട്ട് അവൻ പീഡിപ്പിക്കപ്പെട്ടു. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമകത്തിന് മുമ്പാകം മിണ്ടാതിരിക്കുന്ന ആടിനെ പോലെയും വായെ തുറക്കാതിരുന്നു. അത് മനുഷ്യന് മുമ്പ് ഊമനായിരുന്നാലും, അല്ലെങ്കിൽ മൗനമായിരുന്നാലും, നിന്നെ കുറിച്ച് അപവാദം പറയുമ്പോൾ നീ ഊമനും മൗനമായിരിക്കും. നീ ദൈവത്തോട് പ്രാർത്ഥിക്കണം. യേശുക്രിസ്തു ക്രൂശിൽ കിടന്ന പിതാവിനുള്ള അപേക്ഷ മാത്രമേ ഉള്ളൂ. പിതാവ് ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാൻ ഇവരോട് ക്ഷമിക്കണമേ. അത് നിന്നെക്കുറിച്ച് അപവാദം പറയുമ്പോൾ, നിന്ദകൾ, നിന്നെക്കുറിച്ച് പരിഹാസം പറയുമ്പോൾ, നിന്നെക്കുറിച്ച് അലിയൊക്കെ തിന്മ പറയുമ്പോൾ, കള്ളക്കഥകൾ നിന്നെക്കുറിച്ച് പറഞ്ഞുണ്ടാക്കുമ്പോൾ, നിന്നെ അപമാനിക്കാൻ ശ്രമിക്കുമ്പോൾ നീ ഊമനായി മൗനമായി ഇരിക്കാതെ നീ എന്ത് ചെയ്യണം? ദാവീദിനെ പോലെ ദൈവസന്നിധി മുട്ടുമടക്കണം. ഹല്ലേലൂയ. ദാവീദിനെ പോലെ ദൈവസന്നിധി മുട്ടുമടക്കി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിന്റെ ഉള്ളത്തിൽ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ അഗ്നി അയക്കും. ആത്മാവിൽ നീ നാമോട് സംസാരിക്കാൻ തുടങ്ങും. നിന്റെ ഹൃദയത്തിൽ ചൂടുപിടിക്കും. സങ്കടങ്ങളും വേദനകളും നിനക്ക് യേശു പറയാൻ കഴിയും. അവൻ നിനക്കൊരു മറുപടി തരും. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾ കടന്നു പോകുന്നില്ലേ? ഇങ്ങനെയുള്ള സാഹചര്യം നിങ്ങൾ അഭിമുഖീകരിക്കാറില്ലേ? അവിടെ നിങ്ങൾ ദൈവത്തിനെ താഴ്വാൻ കഴിയുന്നെങ്കിൽ ദൈവത്തിന് ചില അത്ഭുതങ്ങൾ ചെയ്യുവാൻ കഴിയും. അതുകൊണ്ടാണ് പ്രവാചകനെ പറഞ്ഞത്, ക്രിസ്തുവിന്റെ മൗനതയും അല്ലെങ്കിൽ അവന്റെ സ്വസ്ഥതയും കുറിച്ച് നിങ്ങൾ ധ്യാനിക്കുമ്പോൾ നിശ്ചയമായി നിങ്ങളുടെ ആത്മാവിൽ ദൈവത്തിന്റെ തീ കത്തും, പരിശുദ്ധാത്മാവിന്റെ തീ കത്തും. നിങ്ങളുടെ ഹൃദയത്തെ ചൂടുപിടിക്കും. മൗനം എന്നത് ശക്തമായ ദൈവശക്തിയാണ്. മൗനം എന്നത് ശക്തമായൊരു ദൈവശക്തിയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് ഒരുപാട് പ്രതിയോഗികളുണ്ട്, ഒരുപാട് വെല്ലുവിളികളുണ്ട്. അവിടെ നിങ്ങൾ പതറിപ്പോകാതെ, അടി തെറ്റിപ്പോകാതെ, ഹല്ലേലൂയ, ദൈവത്തിന് ഉറപ്പായി നിൽക്കാം. നീതിമാൻ കുലുങ്ങിപ്പോകാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ലെന്ന, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുന്നത്, ഹല്ലേലൂയ. നമ്മൾ കുരുങ്ങിപ്പോകാൻ ദൈവം ഒരിക്കലും സമ്മതിക്കത്തില്ല. വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ പേരിൽ എന്നെ കേൾക്കുന്ന സഹോദര സൗരി, ഈ ലോകത്ത് ജീവിക്കും. ലോകം നിനക്ക് അനുകൂലമല്ല, ലോകം നിനക്ക് പ്രതികൂലമാണ്. ഈ ലോകം നിന്നെ ഒരിക്കലും സംരക്ഷിക്കത്തില്ല. ലോകക്കാർ നിന്നെ സംരക്ഷിക്കത്തില്ല. നീ ആശിച്ചവരും നീ ആശിച്ചവരും നിന്നെ കരുതുമെന്ന് ചിന്തിച്ചവരും പോലും നിന്നെ കൈവിട്ട് കളഞ്ഞേക്കാം. അവരെല്ലാം നിനക്കെതിരെ അപവാദം പറഞ്ഞ് തിന്മകൾ പറഞ്ഞുണ്ടാക്കിയേക്കാം.
ഹല്ലേലൂയ. അങ്ങനെ നിന്നെക്കുറിച്ച് സകലവും തിന്മയായി കളവായി പറയുമ്പോൾ നീ പ്രാർത്ഥിക്കുക, ദൈവനീതി വെളിപ്പെടുത്തും. ഞാൻ ബൈബിൾ പഠിച്ച പിന്നെ അങ്ങനെയൊക്കെ മനസ്സിലാക്കിയത് കേട്ടോ. അതുകൊണ്ട് ഇപ്പൊ ആരെന്ത് പറഞ്ഞു ഒന്നും മിണ്ടത്തില്ല, ഊമനായി മൗനമായിരിക്കും. ഞാൻ ദൈവസേനയിൽ പ്രാർത്ഥിക്കും, കർത്താവേ അവർ പറയുന്നത് എന്താണെന്ന് അവർക്ക് തന്നെ മനസ്സിലാക്കണമേ, അവർക്ക് തന്നെ അത് ബോധ്യമായി കൊടുക്കണമെന്ന് ഞാൻ പറയാറുണ്ട്. അല്ലേ? ഇപ്പം നമ്മുടെ മനസ്സിന്റെ ഭാരങ്ങളും മാറ്റുന്നിട്ട് ഞാൻ പറഞ്ഞത് അവനത് പറഞ്ഞു ഇവളത് പറഞ്ഞ ഇതൊന്നും പറയാം, എന്തിനാ അതെന്നോട് പറഞ്ഞ അങ്ങനെ എന്തിനാ പറഞ്ഞ, ഇതൊന്നും ചോദിക്കാനും പോകുന്നില്ല. സത്യം ദൈവം അറിയുന്നുണ്ടല്ലോ. അല്ലേ? നമ്മുടെ ഹൃദയം നിഷ്കളങ്കമായിരിക്കണം, നിർമ്മലമായിരിക്കണം, നമ്മുടെ ഹൃദയം പവിത്രമായിരിക്കണം. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് സത്യമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാപിതാവേ, എന്തെല്ലാം പരദൂഷണങ്ങൾ നിന്നെ കുറിച്ച് പറഞ്ഞാലും ആരെല്ലാം നിറകിലെ പാര പണിതാലും പ്രൈസലോ അങ്ങനെയൊക്കെ പറയില്ലേ, മൗനമായിരിക്കണം. പ്രൈസലോ. അതുകൊണ്ട് നമ്മൾ ദൈവത്തിലേക്ക് മടങ്ങി വരാം. പ്രൈസലോ. അപ്പൊ ദൈവത്തിന്റെ വചനമൊക്കെ പറയുന്നത് അങ്ങനെയാ. ഹല്ലേലൂയ. നമ്മൾ നാവിനെ നിയന്ത്രിക്കുക എന്നത് എളുപ്പമുള്ള കാര്യമല്ല. യാക്കോബ് 3:8 അക്കാര്യം വ്യക്തമാക്കുന്നുണ്ട്. പ്രത്യേകിച്ചും അവിശ്വാസികളുടെ മധ്യത്തിൽ ഇരിക്കുമ്പോൾ നാവിനെ നിയന്ത്രിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അല്ലെ? നമ്മുടെ നാവിനെ നിയന്ത്രിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ അവിശ്വാസികളുടെ ഇരിക്കുമ്പോൾ, മാനസാന്തരപ്പെടാത്തവന്റെ അരികിൽ ഇരിക്കുമ്പോൾ, നിങ്ങളെക്കുറിച്ച് തിന്മയായി പറയുമ്പോൾ, കളമായി പറയുന്നവരുടെ മധ്യ ഇരിക്കുമ്പോൾ, നിങ്ങളെക്കുറിച്ച് അപവാദം പറയുന്നവരുടെ നിലയിൽ ഇരിക്കുമ്പോൾ, ഹല്ലേലൂയ, നിങ്ങളുടെ നാവിനെ നിങ്ങൾ നിയന്ത്രിക്കണം. ഹല്ലേലൂയ. നിങ്ങളുടെ നാവിനെ നിങ്ങൾ നിയന്ത്രിക്കണം. ഹല്ലേലൂയ. അതാണ് വചനം പറയുന്നത്. ദുഷ്ടന്മാരുടെ ഇടയിൽ നിങ്ങൾ ആയിരിക്കുമ്പോൾ നിന്റെ നാവിനെ കടിഞ്ഞാണിട്ട് കാക്കുമെന്ന് ദാവീദ് പറയുക. ദാവീദ് പറയാണ്, നാവ് കൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ എന്റെ വഴികളെ സൂക്ഷിക്കുമെന്നും ദുഷ്ടൻ എന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ എന്റെ വായി കടിഞ്ഞാണിട്ട് കാക്കുമെന്നും. പ്രൈസ് ദി ലോർഡ്. ആ ഒരു അനുഭവത്തിലേക്ക് നമ്മൾ എത്തണം, ആ ഒരു അനുഭവത്തിലേക്ക് നമ്മൾ വളരണം. ഹല്ലേലൂയ. അതാണ് ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. എന്നിട്ട് ദൈവത്തിനും പറയുന്നത് എന്താണ്? ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. ദുഷ്ടന്മാർക്ക് നമ്മുടെ ഏത് നല്ല വാക്കും ഹല്ലേലൂയ പാഴ്വാക്കായി മാറും. ദുഷ്ടന്മാർക്കും അപവാദികൾക്കും പരിഹാസം പറയുന്നവർക്കും പരിഹാസികൾക്കും പാപികൾക്കും നിന്നെക്കുറിച്ച് ശേഷന് പറയുന്നവർക്കും നിന്നെ ഇഷ്ടമില്ലാത്തവർക്കൊക്കെ നീ പറയുന്ന നല്ല വാക്കുകളെല്ലാം അവർക്ക് പാഴ്വാക്കുകളായി മാറിയിട്ട് അവരങ്ങനത്തെ തിന്മ കണ്ടെത്തി നിന്നെ ഉപദ്രവിക്കും, നിന്നെ നിന്ദിക്കും. അങ്ങനെയാണ് സഹോദരങ്ങളുടെ ജീവിതം. അതിനാണ് നമ്മൾ നിയന്ത്രിക്കുക എന്ന് പറയുന്നത്. നമ്മൾ എവിടെയും ജയാളിയായിരിക്കണം. എന്തെല്ലാം കുറ്റങ്ങൾ പറഞ്ഞാൽ, അപവാദങ്ങൾ പറഞ്ഞാൽ, നീ ചെയ്യാത്ത കാര്യമാണ് നിന്നെ പറഞ്ഞ് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നെങ്കിൽ നീ അവിടെ പതറിപ്പോകൊണ്ടാണ്. നീ അവിടെ ദൈവസന്നിധി താണ്ടി നിന്നാൽ മതി. ദൈവം നിന്റെ കാര്യം നോക്കിക്കോളും. നിനക്ക് നാവെടുക്കുന്നവന്റെ നാവിനെ ദൈവം നിയന്ത്രിച്ചോളും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് മൗനമായിരിക്കാം. ഞാൻ വായിച്ച വചനത്തിൽ ഒന്നൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക. ഹല്ലേലൂയ. എന്താണ് വായിച്ച വചനം? ഹല്ലേലൂയ. സങ്കീർത്തനം 39:2 അല്ലെങ്കിൽ ഞാൻ ഉരിയാടാതെ ഊമനായിരുന്നു, നന്മയെ ഗണ്യമാക്കാതെ മൗനമായിരുന്നു, എന്റെ സങ്കടം പൊങ്ങി വന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതെ, നമ്മുടെ ദൈവത്തോട് നമ്മുടെ സങ്കടം ദൈവത്തോട് പറ. ദൈവം നിനക്കൊരു അത്ഭുത മറുപടി. എന്നെ കേൾക്കുന്ന മാതാപിതാവേ, സഹോദര സഹോദരി, യുവതീവാവേ, കുമാരക്കാർ പറയട്ടെ, നിന്റെ ഹൃദയത്തിൽ ഒരുപാട് വേദനകളുണ്ടല്ലോ, സങ്കടങ്ങളുണ്ടല്ലോ. നീ ചെയ്യാത്ത, നീ പറയാത്ത ഒരുപാട് തെറ്റുകുറ്റങ്ങൾ, നിന്നെ കുറിച്ച് ഒരുപാട് തിന്മ പലരും പറയുമ്പോൾ നീ ദൈവത്തിനെ ധ്യാനിച്ച് നിന്റെ ഉള്ള സങ്കടം നീ ദൈവത്തോട് പറയുന്നെങ്കിൽ നിനക്ക് വേണ്ടി എന്റെ കർത്താവ് പ്രവർത്തിക്കും. കണ്ണുകളുടെ ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഈ വചനം കേട്ടുകൊണ്ട് കേരളത്തിൽ, ഭാരതത്തിൽ, ലോക രാജ്യങ്ങളുടെ 800 കോടി ജനത്തിനായി കർത്താവ് ശൈശവത്തിലും ബാല്യത്തിലും കൗമാരി യൗവനത്തിലും വാർത്തരാലും വൃത്തരശനയാച്ച ഓർഫണ ചോട്ടഞ്ഞു തടവറയിലായിരിക്കുന്ന ജാതി മതവർഗ വർണ്ണ വ്യത്യാസം കൊണ്ടുവിട്ട് കൊട്ടാരിയുടെ പറക്കുന്ന എല്ലാ മതസാംസ്കാരിക മാധ്യമ മീഡിയ സഞ്ചരികളടക്കം എല്ലാ ഭരണപക്ഷ പാർട്ടികളും ഞങ്ങൾ ദൈവങ്ങളെ ഏൽപ്പിക്കുന്നു. കർത്താവ് സകല മേഖലയിലും കർത്താവ് സകല മനുഷ്യൻ മറ്റുള്ളവരെ കുറിച്ച് കുറ്റം കണ്ടുപിടിച്ച് അവരെ കുറിച്ച് തിന്മ പറഞ്ഞ് പ്രചരിപ്പിച്ച് മനുഷ്യന്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ എല്ലാ മേഖലയിലും ഉണ്ടാകുമ്പോൾ കർത്താവ് ഒരു മാറ്റം കൊടുക്കുക. രാഷ്ട്രതലം, അധികാരികൾ, ഭരണാധിപന്മാർ എല്ലാം മേഖലയിലിരിക്കുന്നവരെ ദൈവത്തോടണമേ. കർത്താവ് ജനത്തിന് പലപ്പോഴും നീതി കിട്ടാതെ ജനം പലപ്പോഴും ഹൃദയത്തിനകത്ത് വേദനയോടെ പലപ്പോഴും തങ്ങളുടെ ജീവിതം ഒടുക്കിക്കളയുമ്പോൾ ഇവിടെ ദാവീദിനെതിരെ ഒരുപാട് കുറ്റങ്ങൾ തന്നെ ചോദ്യപ്പോൾ ദാവീദ് മൗനമായി ഇരുന്ന ദൈവസന്നിധി പ്രാർത്ഥിച്ച് ആത്മാവിന്റെ തീയാന്ത്രയപ്പെട്ടതുപോലെ നാവിടുത്തെ സങ്കടം ദൈവത്തോട് പറഞ്ഞതുപോലെ ദൈവമക്കളെ അതിനായി ഒരുക്കണമേ. ആരും പത്രിപ്പാണ്ടേകാതെ, ആരും തങ്ങളുടെ ജീവിതം ഒടുക്കിക്കളയാണ്ടേകാതെ എല്ലാവരും കർത്താവിനോട് പ്രയോജനപ്പെടുവാൻ ജയകരമായ ശ്രീലാളിതനായ ഒരു അനുഭവത്തിന്റെ നടുവിൽ നിൽക്കണായി ആ അനുഭവത്തിനെ കടന്നു പോകാൻ പ്രാർത്ഥിക്കുന്നു. സകലമൊക്കെ ഒരുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.